ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് രസക്കാളന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസക്കാളനാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെയുള്ള ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും വെച്ചിട്ടാണ് ഇന്ന് രസക്കാളൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 പീസ് വീതം ഞാൻ എടുത്തിട്ടുണ്ട്. അധികം വലുപ്പത്തിലുമല്ല, അധികം ചെറിയ പീസും അല്ല, ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മൺകലത്തിലാണ് വേവിച്ചെടുക്കുന്നത്. മൺകലത്തിൽ രസക്കാളൻ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ വാളൻപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം. ആ സമയം വരെ നമ്മൾ വേവിച്ചെടുക്കണം. പുളി ചേർത്താലും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാനുള്ള ഐറ്റംസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ പച്ചരിയും 1 ടീസ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരും. അതുപോലെ തന്നെ അരിയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ട് വരും. ആ സമയം വരെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഒട്ടും കരിഞ്ഞു പോവരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് വറുത്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അധികം സമയം അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ച് ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ ശർക്കരയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ശർക്കര ചേർത്തിട്ട് ശർക്കര മെൽറ്റായി കഷ്ണങ്ങളിലൊക്കെ ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മോരുകറി വെക്കുന്ന പോലെയല്ല രസക്കാളം വെക്കുന്നത്. മോരുകറിയിൽ നമ്മൾ ജീരകമൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കാറുള്ളത്. ഇതിൽ പക്ഷെ അങ്ങനെയല്ല. ഈ തേങ്ങയുടെ കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ലൂസിലായിട്ടാണ് ഈ കാളൻ ഉണ്ടാവുക. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ രസക്കാളനിൽ മോരാണ് ചേർക്കാറുള്ളത്. അപ്പം നല്ല മോര് കിട്ടാനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല മോര് ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ ഉപ്പും അതുപോലെ തന്നെ പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓവറായിട്ട് പുളി ഉണ്ടാവരുത്. ഒരു നേരിയ പുളിരസവും മധുരവും ഉപ്പും എല്ലാം ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള കാളനാണിത്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലെല്ലാതും കറക്റ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ, ഇങ്ങനെയാണ് രസക്കാളൻ ഉള്ളത്. ഇത്രയും ലൂസിലാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 നുള്ളു ഉലുവയും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം തുറന്നിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്വാദുള്ള നമ്മുടെ രസക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ മോര് കറിയുടെയും മാമ്പഴ പുളിശ്ശേരിയുടെയും ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. താങ്ക്